നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. പത്രോസ് ജയിലിൽ കിടന്നപ്പം അവിടെ ദൈവദൂതൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടതുപോലെ ദൈവ സാന്നിധ്യം ഈ വ്യക്തിയിൽ, കുടുംബത്തിൽ സംഭവിക്കണമേ. അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിലുണ്ടാകണമേ. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വഴികൾ തുറക്കുന്ന അനുഭവം ഉണ്ടാകണമേ. സാക്ഷ്യങ്ങളുണ്ടാകണമേ. വചനത്തിൻ്റെ സത്യങ്ങൾ അറിയാൻ ഇടവരണമേ. വചനത്തിൻ്റെ സാക്ഷികളായി ഇവരെ വളർത്തണമേ. വചനത്തിലൂടെ യേശുവിനെ അറിയാൻ ഇടവരണമേ. വചനത്തിലൂടെ ദൈവത്തെ അറിയാൻ ഇടവരണമേ. വചനത്തിലൂടെ യേശുവിനോട് അടുക്കാൻ ഇടവരണമേ. വചനത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരണമേ. വചനത്തിലൂടെ വിടുതലുകൾ നടക്കുവാൻ ഇടയാകണമേ. വചനത്തിലൂടെ രോഗശാന്തി നടക്കുവാൻ ഇടയാകണമേ. വചനത്തിലൂടെ വലിയ നന്മകൾ ഉണ്ടാകാൻ ഇടവരണമേ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, എല്ലാത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഞങ്ങളിൽ നൽകണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.